ഈ സംഭവം നടക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇറ്റലിയിലെ സിസിലിയയിൽ സ്വന്തമായി ഹൗസ് കീപ്പിംഗ് ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി കഴിഞ്ഞാൽ പൈസ, അതാണ് ലൈൻ. മാസശമ്പളത്തിന് ഇന്ന് വരെ ഞാൻ പണിയെടുത്തിട്ടില്ല. എനിക്ക് ആ ഒരു സെറ്റപ്പിനോട് തീരെ താല്പര്യമില്ല. സിസിലിയ എന്ന സ്ഥലം കുറച്ച് പഴയ മാൻഷനുകളുള്ള ഏരിയയാണ്. ചുറ്റുവട്ടത്തൊന്നും വേറൊരു വീട് പോലും ഉണ്ടാകാറില്ല. ഇതുപോലുള്ള മാൻഷനുകൾ പലരും സ്ഥിരതാമസത്തിനല്ല ഉപയോഗിച്ചിരുന്നത്. വല്ലപ്പോഴും വരും, കുറച്ച് ദിവസം തങ്ങും, തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് മിക്കതും. എത്ര കാലം ഉപയോഗിക്കാതെ ഇട്ടാലും ഇത്തരം വീടുകൾക്ക് വലിയ തട്ടുകേടൊന്നും സംഭവിക്കാറില്ല. കാരണം ഒന്ന് കാലാവസ്ഥ, രണ്ട് വീടിൻ്റെ പണിക്ക് ഉപയോഗിച്ച സാമഗ്രികൾ. അത് കാലത്തെ ജയിച്ച് എത്ര വേണമെങ്കിലും നിന്നോളും. ആകെയുള്ള വില്ലൻ ഫർണിച്ചറുകളിൽ വരുന്ന പൊടി, പൂപ്പൽ മുതലായവയാണ്. പക്ഷേ അത് വൃത്തിയാക്കുക എന്നത് ഒരു ടാസ്ക്കാണ്. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും മൊത്തം വൃത്തിയാക്കിയെടുക്കാൻ. മിക്കതും പുരാവസ്തുക്കളിൽ പെടുത്താൻ ഒതുങ്ങുന്ന ഫർണിച്ചറുകളായിരിക്കും. നോക്കിയും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീട്ടുടമസ്ഥൻ്റെ വായിൽ നിന്നും തെറി കേൾക്കേണ്ടി വരും. ചിലപ്പോൾ കോടതി വരെ കയറേണ്ടി വരും. അജ്ജാതി മുതലുകളാണ് ചിലർ. ഞാൻ അങ്ങനെയുള്ള ക്ലീനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എനിക്കൊരു ചെറിയ ക്ലീനിങ് കമ്പനിയുണ്ട്. ഞാൻ തന്നെയാണ് മുതലാളിയും തൊഴിലാളിയും. ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്ത ഒരു മാൻഷൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ട് എന്നെ റിച്ചാർഡ് എന്ന ആൾ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ കണ്ടു പരിചയമില്ല. ടിയാന് ഒരു മാൻഷനുണ്ട്. അയാൾ വാങ്ങിയതല്ല, കുടുംബപരമായി കൈമാറി കിട്ടിയതാണ്. നല്ല പഴക്കമുണ്ട് ഈ മാൻഷന്. റിച്ചാർഡ് മിലാനിലാണ് സ്ഥിരതാമസം. വല്ലപ്പോഴും സിസിലിയിലേക്ക് വരുമ്പോൾ കുറച്ച് ദിവസം തങ്ങും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ റിച്ചാർഡ് സിസിലിയയിൽ ഒരു സുഹൃത്തിനെ കാണാൻ വന്നിട്ടുണ്ട് എന്നും പെട്ടെന്നുള്ള വരവ് ആയതിനാൽ മാൻഷൻ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നും പറഞ്ഞു. ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. റിച്ചാർഡ് തന്നെ ഒരു സമയം പറഞ്ഞു തമ്മിൽ കാണാൻ. ഞങ്ങൾ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ലൊരു മനുഷ്യൻ, അതിൽ തർക്കമില്ല. പിറ്റേന്ന് ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് ഈ പറഞ്ഞ മാൻഷനിലേക്ക് വിട്ടു. റിച്ചാർഡ് അവിടെ ഉണ്ടാകും എന്നും പറഞ്ഞു. ഞാൻ സ്ഥലത്തെത്തി. ഒരു ഭീമാകാരം വീട്. 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് റിച്ചാർഡ് എന്നോട് ചോദിച്ചു. ഞാൻ ഒട്ടും ആലോചിക്കാതെ സോറി, പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മാതിരി ഏരിയ ഉണ്ട്. മാത്രമല്ല ഘനഗംഭീരൻ ഫർണിച്ചറുകളാണ്. അതൊന്ന് നീക്കിയിടാൻ തന്നെ 4 ആൾ വേണം. അത് കേട്ട് റിച്ചാർഡ് പറഞ്ഞു, താനിതൊക്കെ എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ അവിടെ ഇട്ട് തന്നെ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഹാൾ, ഒരു റൂം, ബാത്റൂം, കൂടാതെ മൊത്തത്തിൽ വീടിൻ്റെ കോമൺ ഏരിയ ഒന്ന് അടിച്ചു തുടച്ചിടുക. ബാക്കി റൂമുകൾ ഒന്നും തന്നെ ക്ലീൻ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയി. അതൊരു വലിയ ടാസ്കല്ല. 2 ദിവസം മുമ്പ് തീർക്കാം. വലിയ അധ്വാനമില്ല. മാത്രമല്ല നല്ലൊരു പൈസ പുള്ളി ഓഫറും ചെയ്തു. ഇനി എന്തു നോക്കാൻ? ആ വഴിക്ക് വേറെയും ജോലി തടയാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞില്ല. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നുണ്ടോ എന്ന് എന്നോട് റിച്ചാർഡ് ചോദിച്ചു. കുറച്ചധികം ദൂരമുള്ളതിനാലും പിന്നെ സമയവും ഗ്യാസോലിനും ലാഭിക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. റിച്ചാർഡ് ഓക്കെ പറഞ്ഞു. വീടിനകം എനിക്കൊന്ന് ചുറ്റിക്കാണിച്ചു തന്നു. 2 നിലയുണ്ട്. അതിന് മുകളിലായി ഒരു മച്ചുമുണ്ട്. മച്ചിൻ്റെ അകത്തേക്ക് തള്ളി തുറക്കുന്ന ഒരു ചെറിയ വാതിലും. അതിലേക്ക് കയറി ചെല്ലാൻ ഒരു പിരിയൻ ഗോമണിയുമുണ്ട്. 2ാം നില ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നതിനോ വൃത്തിയാക്കുന്നതിനോ കയറേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കുറേ കാലമായി പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഒരുപാട് പഴയ സാധനങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. വേസ്റ്റെല്ലാം ക്യാരി ബാഗിൽ സ്റ്റോർ ചെയ്താൽ മതി, ഞാൻ വന്നിട്ട് ഡംപ് ചെയ്തോളാം എന്നുകൂടി പറഞ്ഞു. എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ താൻ തിരിച്ചെത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് ഒരു കൂട്ടം ചാവി എൻ്റെ കയ്യിൽ തന്നു. ഇറങ്ങാൻ നേരം സൂക്ഷിച്ചും കണ്ടും ജോലി ചെയ്യണം എന്നൊരു താക്കീത് പോലെ പറഞ്ഞ് എൻ്റെ ലൈസൻസിൻ്റെ കോപ്പിയും വിസിറ്റിംഗ് കാർഡും വാങ്ങി. കൂടാതെ ഞാൻ വന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ഒന്ന് നോക്കി. അത് ഒന്നുമില്ല, അങ്ങേരുടെ ഒരു സേഫ്റ്റി, അത്രയേ ഉള്ളൂ. ഞാൻ പണി തുടങ്ങി. ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യനില്ല. ഞാൻ വരുന്ന വഴി അവസാനമായ ഒരു ഗ്യാസ് സ്റ്റേഷനും ടൗണും കണ്ടത് ഈ മാൻഷൻ്റെ 10 കിലോമീറ്റർ മുമ്പാണ്. പക്ഷേ ഇതുപോലുള്ള കൊട്ടേഷനുകൾ ഞാൻ മുമ്പ് പിടിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ഭക്ഷണം പാക്ക് ചെയ്തെടുത്തിരുന്നു. അങ്ങനെ പണിയൊക്കെ നല്ല രീതിയിൽ ജിൽ ജില്ലെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഉച്ചയായി, നല്ല വിശപ്പുമുണ്ട്. എന്നാൽ പിന്നെ കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി ഒരു ബ്രേക്ക് എടുത്തു. ഹാളിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലോറിൽ ആവശ്യത്തിൽ കൂടുതൽ പൊടിയായിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലത്തെ നിലയിലിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. പൂപ്പലിൻ്റെ സ്മെല്ല് നല്ല രീതിയിലുണ്ട്. ഇത് എന്തായാലും ഒരു തച്ചിൽ തീരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. എത്ര വേഗം തീർക്കുന്നുവോ അടുത്ത പണി പിടിക്കാം. കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും പണി തുടങ്ങി. ക്ലീൻ ചെയ്ത ഫർണിച്ചർ വീണ്ടും വൃത്തിയുള്ള ഷീറ്റിട്ട് മൂടി. എന്നിട്ട് ചിലന്തി വല തുടയ്ക്കാൻ തുടങ്ങി. ഹാളിൽ തൂത്തതിന് ശേഷം മുകളിലത്തെ നിലയിലേക്ക് കയറി തൂത്തുകൊണ്ടിരിക്കെ ഈ പറഞ്ഞ മച്ചിൻ്റെ താഴെയായി എന്തോ കട്ടിക്ക് കറുത്ത നിറത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല നല്ല രീതിയിൽ അതിനു ചുറ്റും ചിലന്തി വലയുമുണ്ട്. ഞാൻ മച്ചിലേക്കുള്ള പിരിയൻ ഗോവണി കയറി നിന്നു. പതിയെ ചിലന്തി വല തട്ടിക്കളയാൻ തുടങ്ങി. ഒരുമാതിരി പശ തയ്ച്ച് ഒട്ടിച്ചതുപോലെ ചിലന്തി വല മച്ചിൻ്റെ വാതിലിൻ്റെ വശത്തായി ഒട്ടിപ്പിടിച്ച് ആകെ പരന്ന് വൃത്തികേടായി. ഞാൻ ഒന്നുകൂടി ശക്തിയായി എൻ്റെ ബ്രഷിട്ട് കുത്തി. പെട്ടെന്ന് ബ്രഷിൻ്റെ ഹാൻഡിൽ തെറ്റി മച്ചിൻ്റെ ഡോർ താഴിൽ ചെന്നിടിച്ചു. കാലപ്പഴക്കം കൊണ്ടായിരിക്കണം ഡോറിൻ്റെ താഴിട്ട കൊളുത്തടക്കം ഇളകി ഒരു വശത്തേക്ക് മാറി. അയ്യോ, പണി വാളിയല്ലോ എന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി ഗോവണിയുടെ മുകളിലേക്ക് കയറി ഇളകി മാറിയ കൊളുത്ത് പൂർവ്വസ്ഥിതിയിൽ വെച്ച് നോക്കി. സ്ക്രൂ അടക്കം ദ്രവിച്ചിളകി പോന്നതാണ് ഡോറിൽ നിന്ന്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? റിച്ചാർഡ് കണ്ടാൽ ഇനി ഈ ജന്മത്ത് ആളെന്നെ പണിക്ക് വിളിക്കുകയും ചെയ്യില്ല. എങ്ങനെയെങ്കിലും കാഴ്ചയ്ക്കറിയാത്ത രീതിയിൽ ഇതൊന്ന് തിരിച്ചുറപ്പിച്ച് വെക്കണം. ഞാൻ വേഗം താഴേക്കിറങ്ങി വണ്ടിയിലുണ്ടായിരുന്ന ഒരു ബേസിക് ടൂൾ കിറ്റ് എടുത്ത് മുകളിലേക്ക് വന്നു. എന്നിട്ട് പതിയെ താഴോട്ട് കൊളുത്തിൻ്റെ സെറ്റൊന്ന് വലിച്ചു നോക്കി. ഒരു സ്ക്രൂ അതിൻ്റെ ഹോളിൽ നിന്നും ഇളകിപ്പോന്നതാണ്. മറ്റേ സ്ക്രൂ ഓക്കെയാണ്. ഞാൻ പതിയെ ഇളകിപ്പോന്ന സ്ക്രൂ അഴിച്ചെടുത്തു. കയ്യിലുണ്ടായിരുന്ന ടേപ്പ് സ്ക്രൂവിൽ ചുറ്റി പതിയെ സ്ക്രൂ ഹോളിലേക്ക് കയറ്റി നോക്കി. 1-2 ത്രെഡ് തിരിച്ചു കയറി. പിന്നെ ടൈറ്റായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാനൊന്ന് ബലം കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് കയറി. ഡോർ മുകളിലേക്ക് തള്ളി തുറക്കുന്ന രീതിയിലായതുകൊണ്ട് ഡോറിന് ഹാൻഡിലില്ല. അതുകൊണ്ട് ഒന്ന് ബലത്തിൽ പിടിക്കാൻ ഒരു പിടുത്തവുമില്ല. ഒന്നുകിൽ കൊളുത്ത് മുഴുവൻ അഴിക്കണം, അല്ലെങ്കിൽ താഴെ തുറക്കണം. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് റിച്ചാർഡ് എൻ്റെ കയ്യിൽ തന്ന താക്കോൽ കൂട്ടം എനിക്ക് ഓർമ്മ വന്നത്. ഉടനെ ഞാൻ താഴെ നിന്നും അത് എടുത്തുകൊണ്ട് വന്ന് ഓരോ ചാവിയായി ഇട്ട് നോക്കി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മർഫി ലോ മാത്രമേ നടക്കൂ. അതായത് നമ്മൾ ഏത് ചാവിയാണോ അവസാനമായി ഇടുന്നത് അതായിരിക്കും ആ താഴിൻ്റെ ചാവി. അങ്ങനെ താഴെ തുറന്നു. ഞാൻ ഡോർ പതിയെ തള്ളി തുറന്നു. തുറക്കരുത് എന്ന് റിച്ചാർഡ് പറഞ്ഞതൊക്കെ ഞാൻ ആ ടെൻഷനിൽ മറന്നു. ഈ കൊളുത്ത് റിച്ചാർഡ് വരുമ്പോഴേക്കും റെഡിയാക്കണം. മച്ചിൻ്റെ വാതിൽ തുറന്ന വശം ഒരുമാതിരി തുരുമ്പിൻ്റെ പച്ചമണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഓ, വല്ലാത്ത മണം. ഞാൻ ഉടനെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് മൂക്ക് കെട്ടി. റൂഫിലിട്ടിരിക്കുന്ന ഗ്ലാസ് ഷെയ്ഡിൽ നിന്നും സൂര്യപ്രകാശം നല്ല രീതിയിൽ മച്ചിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. ഭാഗ്യം ആവശ്യത്തിന് വെളിച്ചമുണ്ട്. ഞാൻ പതിയെ മച്ചിൻ്റെ മുകളിലേക്ക് കയറി. സത്യത്തിൽ ഞാനൊന്ന് ഞെട്ടി. അമ്മാതിരി പഴയ ഫർണിച്ചർ, വിളക്കുകൾ, പെയിൻറ്റിങ് എന്ന് വേണ്ട ഒരു മ്യൂസിയം തുടങ്ങാനുള്ള മുതലുണ്ട്. വല്ലാത്ത ഒരു ലോകം. ഈ റിച്ചാർഡ് ആള് ചെറിയ പുള്ളിയല്ലല്ലോ. ഇത് വിറ്റാൽ തന്നെ ആയുഷ്കാലം വെറുതെ ഇരുന്ന് തിന്നാനുള്ള വക കിട്ടും. എന്തായാലും കൊള്ളാം. ഒരു അട്ടിക്ക് കുറേ പെയിൻറ്റിങ്ങുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ സ്ക്രൂ ഉറപ്പിക്കാനുള്ള പണി തുടങ്ങി. സംഗതി ഏറ്റു. ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയാം. കാഴ്ചയ്ക്ക് ഓക്കെയാണിപ്പോൾ. മതി. പതിയെ ഞാൻ ഒന്നുകൂടി ചുറ്റും നോക്കി. എന്നിട്ട് ഓരോ പെയിൻറ്റിങ് എടുത്ത് താഴേക്ക് വെച്ച് നോക്കാൻ തുടങ്ങി. സാധാരണ ഒരു മ്യൂസിയത്തിൽ കണ്ട് പഴകിയ പെയിൻറ്റിംഗ് അല്ല, പഴയ ഈജിപ്ഷ്യൻ കാലത്തെ ചില പെയിൻറ്റിങ്ങുകളാണ്. മാത്രമല്ല എന്തൊക്കെയോ പെയിൻറ്റിങ്ങിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ മനുഷ്യൻ്റെ നഖങ്ങൾ, തലമുടി, അങ്ങനെ 1-2 പെയിൻറ്റിങ് കൂടി ഞാൻ എടുത്തു നോക്കി. എന്തോ ഒരു വല്ലാത്ത ഫീൽ എനിക്ക് തോന്നാൻ തുടങ്ങി. അതായത് ഞാൻ ഒരുപാട് വർഷം പുറകോട്ട് പോകുന്നത് പോലെയൊക്കെ. എന്തോ എനിക്കങ്ങോട്ട് വ്യക്തമായി നിർവചിക്കാൻ സാധിക്കുന്നില്ല. സമയം പെട്ടെന്ന് നിലച്ചതുപോലെ എനിക്ക് തോന്നി. എന്തോ അവർണ്ണനീയമായ ഉന്മാദാവസ്ഥ. തല മരവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ പൊടിയടിച്ചിട്ടാകും. മൊത്തത്തിൽ നല്ല പൊടിയുണ്ട്. മാത്രമല്ല തുരുമ്പിൻ്റെ രൂക്ഷമായ ഗന്ധവും. മൂക്ക് കെട്ടിയിട്ടും എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്നെൻ്റെ ശ്രദ്ധ ഒരു കറുത്ത തുണിയിലുടക്കി. ബാക്കിയെല്ലാം തന്നെ ഒന്നും ഇട്ട് മൂടിയിട്ടില്ല. ഇത്ര പഴയതും വില കൂടിയതുമായ വസ്തുക്കൾ ഇങ്ങനെ കവർ ചെയ്യാതെ ഇട്ടിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി.
ഒരു ഒന്നൊന്നരയാൾ പൊക്കത്തിൽ എന്തോ ഒന്ന് കറുത്ത തൊടി കൊണ്ട് മൊത്തം കവർ ചെയ്തിട്ടിരിക്കുന്നു. ഇത്ര വില കൂടിയ പെയിൻറ്റിങ്ങുകൾ വരെ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ വിലയുള്ള വേറെ എന്തോ ആണ്. അതുമാത്രം ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിടാൻ. എൻ്റെ ഉള്ളിലെ ആകാംക്ഷ അതൊന്ന് കാണണമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. എന്തായാലും ഇതൊന്നും സ്വന്തമാക്കാനോ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ ജന്മത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കണ്ടെങ്കിലും ആത്മനിർവൃതി അടയാം എന്ന് കരുതി. ഒരു വേള ഇതിലെന്തെങ്കിലും ഒരു പെയിൻറ്റിങ് അടിച്ചു മാറ്റിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. റിച്ചാർഡ് എന്തായാലും മച്ചിന് മുകളിൽ കയറിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊരെണ്ണം കുറഞ്ഞാൽ അയാൾ അറിയാനൊന്നും പോകുന്നില്ല. എൻ്റെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ ആ കറുത്ത തുണിക്ക് അരികിൽ നിന്നു. പതിയെ അതിൻ്റെ വശങ്ങളിൽ ഒന്ന് നോക്കി. ഒന്നും തന്നെ കാണുന്നില്ല. മൊത്തത്തിൽ വലിയൊരു തുണി കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാധനം വെക്കാൻ വേണ്ടി മച്ചിൻ്റെ ആ ഭാഗത്ത് ഉയരം നന്നായി കൂട്ടിയെടുത്തിട്ടുണ്ട്. അവളം പൊളിച്ച് ഉയരം കൂട്ടി വീണ്ടും പണിതുപോലെയുണ്ട് കാഴ്ചയിൽ. അപ്പോൾ ഇത് എന്തോ സ്പെഷ്യലാണ്. ഞാൻ കൈകൊണ്ട് കറുത്ത തുണി താഴേക്ക് വലിച്ചു നോക്കി. ഇല്ല, തുണി എവിടെയോ ഉടക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ആ വസ്തുവിൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് താഴെ നിന്നും തുണി പതിയെ മുകളിലേക്ക് പൊക്കി നോക്കി. അപ്പോഴാണ് താഴെ 2 കുറ്റിയിൽ തുണിയുടെ അറ്റം ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനത് പതിയെ അഴിച്ചെടുത്ത് തുണി മുൻപോട്ട് വലിച്ചു നീക്കി. നല്ല നീളവും വീതിയുമുണ്ട് തുണിക്ക്. എന്നിട്ട് അത് കയ്യിൽ ചുറ്റിപ്പിടിച്ചു. താഴെയിടാൻ നിന്നില്ല. പതിയെ ആ വസ്തുവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് നീങ്ങി നിന്നു. അത്ഭുതപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ദീർഘവൃത്താകൃതിയിൽ ഇരുമ്പിൻ്റെ ഫ്രെയിമിൽ തീർത്ത ഒരു കണ്ണാടി. ഒരു 1.5 ആൾപ്പക്കമുണ്ട്. ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മാസ്റ്റർ ക്രാഫ്റ്റ്. മാത്രമല്ല ഇരുമ്പിൽ തന്നെ കൊത്തിയ ഏതോ 2 ജീവികളുടെ പുറത്താണ് ഈ കണ്ണാടി നിൽക്കുന്നത്. കണ്ടാലറിയാം ഇത് 1-2 നൂറ്റാണ്ടുകൾ താണ്ടിയിട്ടുണ്ട് എന്ന്. ഒരു രക്ഷയുമില്ലാത്ത കാഴ്ച. അതും ഞാൻ എൻ്റെ റൂമിൽ സ്ഥിരം കണ്ണാടി നോക്കി കുറച്ച് സമയം കളയുന്ന ആളാണ്. പക്ഷേ എന്നെ ഇതുവരെ ഇത്ര സൗന്ദര്യത്തിൽ കണ്ടിട്ടില്ല. സത്യം, ഞാൻ ഇത്രയ്ക്ക് സുന്ദരനായിരുന്നോ? സ്വയം മറന്നുകൊണ്ട് കുറച്ചു നേരം ഞാൻ എന്നെ തന്നെ അങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് എൻ്റെ ഛായ മാറുന്നതുപോലെ എനിക്ക് തോന്നി. അതായത് ഞാനിപ്പോൾ കാണുന്നത് എന്നെ തന്നെയാണോ? ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, ഞാൻ തന്നെ. കയ്യിൽ കറുത്ത തുണി. എൻ്റെ വർക്കിംഗ് ഡ്രസ്സ്. ഇത് ഞാൻ തന്നെയാണല്ലോ. അല്ലല്ലോ, ഇത് ഞാനല്ല. ഇത് വേറെ ആരോ ആണ്. അതെ, ഇത് വേറെ ആരോ ആണ്. കയ്യിൽ കറുത്ത തുണിയില്ല. എൻ്റെ വർക്കിംഗ് ഡ്രസ്സല്ല. തീർത്തും വ്യത്യസ്തനായ മറ്റൊരാളാണ്. ഞാൻ പെട്ടെന്ന് പുറകോട്ട് ഒരു ചുവട് വെച്ചു. താഴെ കിടന്ന എന്തിലോ തട്ടി ഞാൻ പുറകോട്ട് വീണു. അപ്പോഴേക്ക് എൻ്റെ കൈകുത്തി. എൻ്റെ മുമ്പിലൊരാൾ, ഒരു ചെറുപ്പക്കാരൻ. കണ്ണാടിക്ക് മുന്നിൽ ഞാൻ ഇരിക്കുന്ന പൊസിഷനിലാണ്. പക്ഷേ ഞാൻ കണ്ണാടിയിൽ കാണുന്ന രൂപം ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ വെട്ടിത്തിരിഞ്ഞ് പുറകോട്ട് നോക്കി. ഇല്ല, പുറകിൽ ആരും തന്നെയില്ല. ഞാൻ ഒച്ചയെടുത്തു, നല്ല രീതിയിൽ തന്നെ. പക്ഷേ എൻ്റെ ശബ്ദം മറ്റിലെ ചുവരുകളിൽ തട്ടി പ്രതിഫലിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ഞാൻ ആവുന്നത്ര പുറകോട്ട് നീങ്ങാൻ ശ്രമം നടത്തി. നീങ്ങാൻ പോയിട്ട് അനങ്ങാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത രൂപം. ഭീകരരൂപമല്ല, ഒരു ഒത്ത മനുഷ്യൻ. ആ കണ്ണാടിയുടെ അത്രയും ഉയരത്തിൽ അങ്ങനെ നിറഞ്ഞ് നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെയുള്ള കണ്ണും മൂക്കും ഒന്നുമല്ല. എല്ലാ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. ഈ ഒരു കാലത്തുള്ള ഒരു മനുഷ്യനല്ല. ഞാൻ അയാളെ കാണുന്നത് കണ്ണാടിക്ക് അകത്തു നിന്നാണെന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയത്. നമ്മൾ ഒരാളെ കണ്ണാടിയിൽ കാണുന്നത് പോലെയല്ല. എനിക്ക് മുന്നിൽ ഇപ്പോൾ ആ മനുഷ്യൻ നിൽക്കുന്നത് തീർത്തും ജീവനുള്ള ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ. വേഷമൊക്കെ പഴയ രീതിയിലാണ്. എന്നെ തന്നെ അയാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ മച്ചിൻ്റെ വാതിലടഞ്ഞു. ഞാൻ വീണ്ടും ഒച്ചയെടുത്തു. അതിന് മാത്രമേ എനിക്കപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അയാളുടെ നോട്ടം എൻ്റെ കണ്ണുകളിലൂടെ ചങ്കിലേക്ക് തുളച്ച് കയറുന്നത് പോലെ. ശരീരത്തിൻ്റെ പേശികൾ മൊത്തം വലിഞ്ഞു മുറുങ്ങുന്നത് ഭയത്തോടെ ഞാൻ അറിയുന്നുണ്ട്. എന്തോ ഒരു രാസമാറ്റം എൻ്റെ ദേഹം മൊത്തം സംഭവിക്കുന്നത് പോലെ. കാതുകളിൽ ഒരു മുളൽ. എൻ്റെ ചെവി ഇപ്പോൾ പൊട്ടുമെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അത്രയ്ക്ക് മർദ്ദം എൻ്റെ കാതുകളിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ചങ്ക് പൊട്ടിച്ചാകും. അത്രയ്ക്ക് വേഗതയിലാണ് എൻ്റെ ചങ്കിടിക്കുന്നത്. ചെവിക്കകത്തു നിന്ന് എന്തോ ഒലിച്ചിറങ്ങുന്നുണ്ട്. ശരീരം മൊത്തം അതിശക്തമായി ആരോ ഞെരിക്കുന്നത് പോലെ. എന്നെ ആ മനുഷ്യൻ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നതാണോ അതോ അയാളെൻ്റെ അടുത്തേക്ക് നടന്നടുക്കുന്നതാണോ? ഒരു മിന്നൽ പിണർ എൻ്റെ തലയിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു.
പിന്നീട് ഞാൻ കണ്ണു തുറക്കുന്നത് ആശുപത്രിയിലാണ്. അതും ദിവസത്തിൻ്റെ പിറ്റേന്നല്ല, 5-ൻ്റെ അന്നാണ്. പിന്നീട് പറഞ്ഞറിഞ്ഞതാണ്. എൻ്റെ ദേഹം മുഴുവൻ അവിടെയായി ബാൻഡേജുകളുണ്ട്. കണ്ണു തുറന്ന് 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ശരീരം മൊത്തം പൊള്ളിയതുപോലെ ചുട്ടുനീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങിയത്. കയ്യോ കാലോ പൊക്കാൻ പോയിട്ട് അനക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അതിനിടെ ഡോക്ടറോടും നേഴ്സിനോടും അസിസ്റ്റൻറ്റിനോടും എനിക്കെന്ത് പറ്റിയതാണെന്ന് ഞാൻ പലതവണ ചോദിച്ചു. യു ടേക്ക് റെസ്റ്റ് ഫസ്റ്റ്, വിൽ ബി ഓൾ റൈറ്റ് എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചതുപോലെയാണ് അവർ എന്നോട് പറയുന്നത്. അതിനിടെ പോലീസ് വന്നു. എന്തു പറ്റി എന്ന് ചോദിച്ചു. ഒരു തവണയല്ല, 2-3 തവണ വന്നു. എനിക്ക് എന്തു പറ്റിയതാണെന്ന് ഞാൻ അവരോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് പോലീസ് എന്നോട് എന്തു പറ്റിയതാണെന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ ഒന്നും ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ രൂപത്തെ കണ്ട് പുറകോട്ട് ഞാൻ വീണു, അതുവരെ എനിക്ക് ഓർമ്മയിലുണ്ട്. അതിനുശേഷം ഉള്ള ഒന്നും എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അറിയിച്ചിട്ടോ അതോ ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിട്ടോ റിച്ചാർഡ് എന്നെ കാണാൻ വന്നു. ഞാൻ അയാളെ കണ്ടപ്പോൾ തന്നെ കരഞ്ഞുപോയി. എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിയില്ല. എന്തോ എനിക്ക് അടുപ്പമുള്ള ഒരാൾ വന്നുവെന്നാണ് എനിക്കന്നേരം തോന്നിയത്. ഞാൻ റിച്ചാർഡിനോട് സോറി പറഞ്ഞു. ഞാൻ നിന്നോടാണ് സോറി പറയേണ്ടത്. അത് തുറക്കരുത്, അതിൽ വിലപ്പെട്ട സാധനങ്ങളുണ്ട് എന്ന് മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതല്ല ഞാൻ പറയേണ്ടിയിരുന്നത്. സത്യം നിന്നോട് പറയണമായിരുന്നു. എങ്കിലത് ഒരിക്കലും തുറക്കുക പോയിട്ട് നീ അതിൻ്റെ പരിസരത്ത് പോലും പോവുകയില്ലായിരുന്നു. ഞാൻ തുറന്നതല്ല റിച്ചാർഡ്, അതിൻ്റെ കൊളുത്തിളകി വന്നപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി കയറിയതാണ്. അതിനുവേണ്ടിയാണ് ഞാനത് തുറന്നത്. കൊളുത്തിളകിയിരിക്കുന്നത് കണ്ടാൽ നിങ്ങളെന്നെ വഴക്ക് പറയും എന്ന് കരുതി. മാത്രമല്ല പിന്നീട് നിങ്ങളെന്നെ സജസ്റ്റ് ചെയ്ത ആളോട് വിളിച്ചു പറയുകയും ചെയ്യും. അതെൻ്റെ ജോലിയെ ബാധിക്കും എന്നുകൂടി ഞാൻ ഭയന്നു. അല്ലാതെ വേറൊരു ദുരുദ്ദേശവും എനിക്കില്ലായിരുന്നു. അറിയാം, എനിക്ക് മനസ്സിലായി. വൈകിട്ട് ഞാനും എൻ്റെ സുഹൃത്തു കൂടി വന്നപ്പോൾ നിന്നെ കണ്ടില്ല. ഞങ്ങൾ നിന്നെ വിളിച്ച് വീട് മൊത്തം അന്വേഷിച്ചു. എങ്ങും തന്നെ കണ്ടില്ല. അപ്പോഴാണ് മച്ചിലെ താഴ് തുറന്നു കിടക്കുന്നത് കണ്ടത്. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കുകയായിരുന്നു. കാരണം മച്ചിൻ്റെ മുകളിൽ നീ ജീവനോടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അവർ നിന്നെ മച്ചിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നിൻ്റെ ദേഹം മുഴുവൻ പൊള്ളിയ പാടുകളായിരുന്നു. നിൻ്റെ മുഖം മുഴുവൻ ആകെ നീല നിറമായിരുന്നു. അതുമല്ല, നിൻ്റെ ശരീരം മുഴുവൻ ഇൻഫെക്ഷൻ ആയിരുന്നുവെന്നാണ് ഡോക്ടർമാർ പിന്നീട് എന്നോട് പറഞ്ഞത്. നീ എന്താണ് അവിടെ കണ്ടത്? നിനക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല റിച്ചാർഡ്, അതുതന്നെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കണ്ണാടി കണ്ടു. അതിൽ നോക്കി നിന്നപ്പോൾ എൻ്റെ പ്രതിബിംബം മാറി മറ്റൊരാളാകുന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഒന്നും ഓർമ്മയില്ല. നീ അതിൽ കണ്ട രൂപത്തെ നിനക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ആ രൂപത്തെ ഞാൻ കണ്ടതാണ്. ഓർത്തെടുക്കാൻ ഒട്ടുമിപ്പോൾ കഴിയുന്നില്ല. എന്തായാലും ഭാഗ്യമുണ്ട് നിനക്ക്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണില്ല. അതൊരു ശാപം കിട്ടിയ കണ്ണാടിയാണ്. ആ മനുഷ്യൻ തന്നെ ഉപേക്ഷിക്കാനും ഞങ്ങളുടെ കുടുംബം മൊത്തം മറ്റൊരിടത്തേക്ക് മാറാനും കാരണഹേതു ആ കണ്ണാടിയായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടതിന്. അതിൽ പണ്ടുള്ള വിശ്വാസങ്ങൾ പിൻപറ്റി ആരുടെയോ ആത്മാവിനെയോ മറ്റോ ആ കണ്ണാടിയിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി അല്ലെങ്കിൽ അതാരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പൂർവികരിൽ ഒരു നാവികനായ ഒരാൾക്ക് ആരോ കൊടുത്തതാണെന്നും ലോകസഞ്ചാരത്തിനിടയ്ക്ക് ഈജിപ്തിൽ നിന്നും കിട്ടിയതാണെന്നുമാണ് പറഞ്ഞ് കേട്ടറിവ്. പലരുടെയും മരണങ്ങൾ നടന്നപ്പോൾ മാത്രമാണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ച എൻ്റെ പൂർവികരുടെ ശ്രദ്ധയിൽ ആ കണ്ണാടി എത്തുന്നത്. കണ്ണാടി മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് പെയിൻറ്റിങ്ങുകളും ഉണ്ടായിരുന്നു. ഇനി കണ്ണാടിയാണോ പെയിൻറ്റിങ്ങാണോ പ്രശ്നമെന്നറിയാതെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. അത് മൊത്തം നശിപ്പിക്കാൻ നോക്കി, വിൽക്കാൻ നോക്കി, കളയാൻ നോക്കി. പക്ഷെ അക്കാര്യം മനസ്സിൽ ആലോചിക്കുമ്പോഴേ എന്തെങ്കിലും അരുതാത്തത് നടന്നിരിക്കും. ഒടുവിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അങ്ങനൊരു പരിഹാര മാർഗത്തിലേക്ക് എത്തിയത്. അതായത് ആരും തന്നെ മുഖം നോക്കാത്ത രീതിയിൽ ഒരു കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ് ആ കണ്ണാടി കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ കൺവെട്ടത്തിൽ നിന്ന് മാറ്റുക. കൂടെ അതിനോടനുബന്ധിച്ച പെയിൻറ്റിങ്ങുകൾ. ഒരിക്കലും അതൊക്കെ നശിപ്പിക്കുവാനോ വിൽക്കുവാനോ ശ്രമിക്കരുത് എന്നും സമയമാകുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും കയ്യിൽ ഒന്നും ചെയ്യാതെ തന്നെ കൈമറിഞ്ഞ് പൊയ്ക്കൊള്ളുമെന്നും പറഞ്ഞു. അതിലെ യുക്തി ഞാനൊരിക്കലും അന്വേഷിക്കാൻ പോയിട്ടില്ല. പിന്നീട് ഞങ്ങളിൽ ആരും തന്നെ അത് വിൽക്കുവാനോ നശിപ്പിക്കുവാനോ ആലോചിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ ഭയവും ദുരനുഭവവുമാണ് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ പിന്തിരിപ്പിക്കുന്നത്. ഞാനിതൊക്കെ കേട്ട് റിച്ചാർഡിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. സാരമില്ല, എന്തോ ഒരു ഭാഗ്യം അതാണ് തന്നെ തുണച്ചത്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഗെറ്റ് വെൽ സൂൺ.
2-3 മാസം ഹോസ്പിറ്റലിൽ ചികിത്സയും ഫിസിയോതെറാപ്പിയുമായി കടന്നുപോയി. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 12 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഇന്നും എനിക്ക് ശരിക്കും ഓടാൻ സാധിക്കില്ല. ഒരു കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ട്. മാത്രമല്ല ഒരു കണ്ണിൻ്റെ കാഴ്ചയും എന്നേക്കുമായി നഷ്ടമായി. എന്തോ ഇൻഫെക്ഷൻ ആയിരുന്നുവെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. എന്താണെന്നതിന് പല കാരണങ്ങൾ അവർ മെഡിക്കൽ ലാംഗ്വേജിൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അതവർക്കും വലിയ തിട്ടമില്ല. അതിൻ്റെ റിപ്പോർട്ട് വായിച്ചാൽ ഏതൊരു സാധാരണക്കാരനും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിർത്തുന്നു.